എന്താണ് ഈ പിണറായി വിജയന്റെ ക്രാന്തദർശിത്വം ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ? ഇവിടെ ഈ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായതിനു ശേഷം ഏത് പോലീസുകാരനും ആരെയും കൊല്ലാം, തെളിവ് നശിപ്പിക്കാം, സ്വർണം കടത്താം, സ്വർണ്ണനെ പൊട്ടിക്കാൻ പോകാം, അതുപോലെ തന്നെ ഏത് അഴിമതി കേസുകളും മൂടിവെക്കാം, RSSന് വേണ്ടിയിട്ട് വിടുപണി ചെയ്യാം, പൂരം കലക്കാം, എന്ത് വേണം, എന്ത് കൊള്ളരുതായ്മ ചെയ്താലും ശരി ശശിയുടെ ആളായ മതി, പിണറായി വിജയൻ്റെ ആളായ മതി, രക്ഷപ്പെടുത്തും. നിങ്ങളെ ഇവിടെ ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണം നിങ്ങൾ ചർച്ച ചെയ്തപ്പോൾ അത്ര കഠിനമായ രീതിയിൽ ചർച്ച ചെയ്യാതെ പോയൊരു കാര്യം, പോലീസിനകത്ത് RSS സ്ലീപ്പ് സെല്ല് പ്രവർത്തിക്കുന്നു എന്നുള്ള ആരോപണം നിങ്ങൾ ഇപ്പോഴും അജിംസ് പോലും അത് ഓൺ ചെയ്തില്ല. PV അൻവർ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങളിത് എന്നേ പറഞ്ഞ കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, പൂരം കലയ്ക്ക് BJP ജയിപ്പിച്ചത് മാത്രമല്ല സാർ, ശ്രീ സുരേന്ദ്രനെതിരായിട്ട് വന്ന കുഴൽപ്പണ കേസ് ആവിയാക്കി പ്രതികളെ സാക്ഷിയാക്കി കൊടുത്തത് മാത്രമല്ല, സുരേന്ദ്രൻ്റെ പൂക്കൂടയ്ക്കകത്ത് പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റ് ചെയ്യാത്തത് മാത്രമല്ല, RSS മേധാവിക്ക് പാലക്കാട്ട് വന്ന് കളക്ടറെ തള്ളി മാറ്റിയിട്ട് കൊടി ഉയർത്താൻ അവസരം കൊടുത്തത് മാത്രമല്ല, പോലീസ് ക്യാമ്പിനകത്ത് ബീഫ് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയ IG-മാരെ വാഴിച്ച ചരിത്രം മാത്രമല്ല, എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ നോക്ക്, ശബരിമല നിയന്ത്രിക്കാൻ പോലീസിന് കഴിയാതെ വരുമ്പോൾ RSSന്റെ നേതാവിനെ വിളിച്ചു വരുത്തി മൈക്രോഫോൺ കൊടുത്തത് മുതൽ ഇങ്ങോട്ട് എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നിങ്ങൾ നോക്ക്, ഈ പോലീസ് ക്യാമ്പിനകത്ത് ഇവിടെ ബീഫ് നിരോധനം നടത്തി RSSനേക്കാൾ വലിയ RSS വൽക്കരണം നടത്തിയ IG-യെ സംരക്ഷിച്ച ചരിത്രം ഈ പിണറായി വിജയനുള്ളതാണ് എന്ന് ആരെല്ലാം ഇവിടെ പറഞ്ഞു. നിങ്ങൾ നോക്കി, ഏറ്റവും അവസാനം കോഴിക്കോടത്തെ കാസർഗോഡത്തെ റിയാസ് മൗലവിയുടെ കേസിൽ ആ പ്രോസിക്യൂഷന്റെ വാദം കേട്ടതിന് ശേഷം ജഡ്ജിമെന്റ് എഴുതി വെച്ച ജഡ്ജി പറയാണ്, ഞാൻ നിസ്സഹായനാണ്, പോലീസും പ്രോസിക്യൂഷനും കൂടി തെളിവുകൾ നിരത്തുന്നതിൽ പരാജയപ്പെട്ടു. റിയാസ് മൗലവിയെ കൊന്നത് ആരാണെന്നറിയാം, ആരെയാണ് സംരക്ഷിച്ചതെന്ന് ഞങ്ങൾക്കറിയാം. അറിയോ, മുൻ മന്ത്രി CPIയുടെ റവന്യൂ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരനെ കൊലപാതക ശ്രമം നടത്തിയ കേസിലെ 9 RSSകാർക്ക് വേണ്ടി അനുകൂല നിലപാടുമായി വന്നത് 4 ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരും 2 ജില്ലാ കമ്മിറ്റി അംഗങ്ങളുമാണ് CPMൻ്റെത്. എന്താണ് നെക്സസ് എന്ന് ഞങ്ങൾക്കറിയാം. തീർന്നില്ല, നിങ്ങൾക്കറിയോ, ഇവിടെ ഈ തടങ്കൽ പാളയം ഉണ്ടാക്കുന്ന കാര്യത്തിൽ അമിത്ഷായേക്കാൾ ആവേശത്തോടു കൂടി കൊല്ലത്ത് കൊട്ടിയത്തിനടുത്ത് തടങ്കൽ പാളയം ഉണ്ടാക്കി RSSന് അനുകൂലമായി നിലപാടെടുത്തത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഫസലിൻ്റെ കേസിൽ, തലശ്ശേരിയിലെ മറ്റ് വിവിധ കൊലപാതക കേസുകളിൽ ഉമ്മമാർക്ക് ഹൈക്കോടതിയിൽ പോയി CBI വേണമെന്ന് പറയുന്ന തരത്തിലേക്ക് പോലീസ് സംവിധാനത്തെ തരം താഴ്ത്തി അതിനകത്ത് അക്രമികളെ സംരക്ഷിക്കുന്ന നിലപാടെടുത്തത് ആരാണെന്നും ഞങ്ങൾക്കറിയാം. ഇനി തീർന്നില്ല, നിങ്ങൾക്കറിയോ, ഏറ്റവും അവസാനം കാഫിർ സ്ക്രീൻഷോട്ട് എന്ന പേരിൽ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി സമൂഹത്തിൽ ഏറ്റവും വലിയ വർഗീയത ഉണ്ടാക്കി ഒരു ന്യൂനപക്ഷ മുഖമുള്ള ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ഏറ്റവും വലിയ വർഗീയവാദിയാക്കാൻ നടത്തിയ ഹീനമായ ജാതി മതതന്ത്രം, ആ തന്ത്രത്തിൽപ്പെട്ട പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് റിപ്പോർട്ടിന് ശേഷം, ഹൈക്കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തതിന് ശേഷം പ്രതികളെ സംരക്ഷിക്കാൻ എടുത്ത നിലപാടുകൾ എന്താണെന്ന് വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം. പോലീസിനെ സംബന്ധിച്ച് പോലീസൊക്കെ എന്നേ RSS ആണ് സാർ. അമിത്ഷാ വരുമ്പോൾ, അമിത്ഷാ ആഭ്യന്തരമന്ത്രിയാകുന്നതിന് മുമ്പ് BJPയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അമിത്ഷാ വരുന്ന വഴികളിൽ റോഡ് ടാർ ചെയ്ത് കൊടുക്കുന്നതും കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനത്തിന് മുമ്പ് തുറന്നു കൊടുക്കുന്നതും RSS മേധാവിക്ക് കളക്ടറെ തള്ളി മാറ്റിയിട്ട് കൊടി ഉയർത്താൻ അവസരം കൊടുക്കുന്നതും എല്ലാം ഞങ്ങൾക്കറിയാം സാർ. എന്താണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഇവിടെ വ്യക്തമായി ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞു. രഞ്ജിത്ത് എന്ന് പറയപ്പെടുന്ന RSSകാരനും ഷാൻ എന്ന് പറയപ്പെടുന്ന വേറൊരാളും കൊല്ലപ്പെടുന്നു. രണ്ടുപേരുടെയും മക്കൾക്കും കുടുംബത്തിനും അവർ രണ്ടുപേരെയും നഷ്ടപ്പെട്ടു. എന്നാൽ ഒരു കേസിൽ മാത്രം പ്രത്യേകമായ രീതിയിൽ പാർഷ്യാലിറ്റി കാണിച്ചുകൊണ്ട് സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ വെച്ചുകൊണ്ട് വിധി പറയിക്കുന്ന സമീപനവും ഞങ്ങൾക്കറിയാം. അപ്പോൾ ഇവിടെ വ്യക്തമാണ്, RSS തന്നെയാണ് ശശി, RSS തന്നെയാണ് പിണറായി വിജയൻ, RSS തന്നെയാണ് M. കുമാർ.